എന്തൊക്കെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? സയൻസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ടാവുകയാണ്. ഫസ്റ്റ് മാത്സ് ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി പറയാനുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്ലാസ്സിലും അധ്യാപകർ നേരിട്ട് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ഫീല് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നമുക്കറിയാം എല്ലാവർക്കും ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ ആ സാഹചര്യം എല്ലാവരും ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാണോ നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാറ് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ് നമ്മൾ വാച്ച് ചെയ്യണം. അതായത് നമ്മൾ കൃത്യമായിട്ടൊരു ക്ലാസ്സിൽ വന്നിട്ട് എങ്ങനെയാണോ അധ്യാപകർ നിങ്ങളെ കാണുന്നുണ്ട് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് നിങ്ങൾ കേൾക്കണം. അതേപോലെ തന്നെ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോഴും ആ ഒരു രീതിയിലാണ് നിങ്ങൾ നമ്മൾ മുമ്പിലുണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും ക്ലാസ്സിനോട് സമീപിക്കണം. രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം, ഫസ്റ്റ് നമ്മളിപ്പോൾ 11 മണിയാകുമ്പോഴാണ് നമ്മൾ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കാണാൻ കഴിയുക. അപ്പോൾ ഒരു 10:50 ആകുമ്പോഴേക്കന്നെ എല്ലാവരും ഒരു പ്രസൻറ്റ് രേഖപ്പെടുത്തണം. അതായത് വാട്സപ്പിലൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളെ പ്രസൻറ്റ് പറഞ്ഞാൽ മതി. 10:50 തന്നെ ഒരു 10:50-55 ആകുമ്പോഴേക്കന്നെ എല്ലാവരും അതിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രയാസത്തിൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 1 മണിക്ക് മുമ്പായിട്ട് എന്തായാലും അന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിർബന്ധമായിട്ട് കാണണം. അരമണിക്കൂറാണ് നമുക്കൊരു ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ 1 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കാണുക. 1 മണിയോട് കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ്, എന്തെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ഏത് സബ്ജക്റ്റിൻ്റെ അധ്യാപനാണോ ആ അധ്യാപകർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് പറയുന്നതാണ്, കൃത്യമായ നിർദ്ദേശങ്ങൾ തരുന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു എടുത്ത കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു എക്സാം അല്ലെങ്കിൽ എത്തരത്തിലെങ്കിൽ ഒരു വോയിസ് വൈവയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പ്രവർത്തനം എന്തെങ്കിലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്നും അതേപോലെ തന്നെ അത് കൃത്യമായിട്ട് തറവായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താനുള്ള അത്തരത്തിലുള്ളൊരു മോണിറ്ററിങ് നിർബന്ധമായിട്ടുണ്ടാവും. ഇതാണ് മെയിനായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം +1 നമ്മുടെ മാത്സ് പോലെ തന്നെ നമുക്ക് +1 16 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അല്ലേ. അതേപോലെ +2 നമുക്ക് 13 ചാപ്റ്ററാണുള്ളത്. 13 ചാപ്റ്ററിൽ നമുക്കറിയാം ഫസ്റ്റ് 2 ബുക്കായിട്ടാണ്. +1 പോലെയല്ല, 2 വോളിയമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ വോളിയത്തിൽ 6 ചാപ്റ്റർ ഉണ്ട്, രണ്ടാമത്തെ വോളിയത്തിൽ 7 ചാപ്റ്റേഴ്സ്, അങ്ങനെ 13 ചാപ്റ്റേഴ്സാണ് മൊത്തമുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. നമ്മൾ +1 പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ് സെക്കൻഡ് ചാപ്റ്റർ. നമ്മൾ തേർഡ് ചാപ്റ്റർ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന തേർഡ് ചാപ്റ്റർ, കഴിഞ്ഞ വർഷത്തെ തേർഡ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ തൽക്കാലം അവിടെ വെക്കുകയാണ്, കാരണം കുറച്ചും കൂടെ അത് നമുക്ക് ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മുന്നിലിരുത്തി പറഞ്ഞ് പ്രതിഫലിക്കുകയായിരിക്കും കുറച്ചും കൂടി നന്നാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്ററിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് ആദ്യം പോണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. പേര് പോലെ തന്നെ വളരെ ക്ലിയർ ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ആണ് അല്ലേ. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഒരു കാറ്റഗറിയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ലേ. ഓക്കെ, ഇൻവേഴ്സ് ഫംഗ്ഷനിലെ ഒരു കാറ്റഗറിയാണ് എന്ത്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്, ഫംഗ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ഒരു ഫംഗ്ഷൻ? നമുക്കറിയാം റിലേഷനിലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് റിലേഷനാണ് ഫംഗ്ഷൻ. ഓക്കെ, ഞാൻ എന്താണ് റിലേഷൻ എന്നൊക്കെ നിങ്ങൾക്കറിയാം, ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങോട്ടൊന്നും പോണില്ല, വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഞാനൊരു റിലേഷൻ്റെ ആരോ ഡയഗ്രാം ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ്. എയിൽ നിന്നും ബിയിലോട്ടുള്ള ഒരു റിലേഷനാണ് R1. എയിൽ എലമെൻറ്റ്സ് മക്കളെ 1, 2, 3. ബിയിലെ എലമെൻറ്റ്സ് മക്കളെ A, B, C, D. ഓക്കെ, എയിലെ ഇമേജസ് ഞാൻ മാർക്ക് ചെയ്യാണ്. 1ൻ്റെ ഇമേജ് A,
2ൻ്റെ ഇമേജ് ബി. ഇത്രയേ ഇമേജ് ഉള്ളൂ. റെഡി അല്ലേ? ഓക്കെ. ഞാൻ മറ്റൊരു റിലേഷൻ ഇവിടെ വരയ്ക്കുകയാണ്. എ ടു ബി R2 റിലേഷൻ R2 എലമെൻറ്റ്സ് 1 2 3 തന്നെ. ഇവിടെ എ ബി സി ഡി. 1ൻ്റെ ഇമേജ് എ, 2ൻ്റെ ഇമേജ് ബി, 3ൻ്റെ ഇമേജ് ബിയും ഉണ്ട്, 3ൻ്റെ ഇമേജ് സിയും ഉണ്ട്. ഞാൻ മറ്റൊരു റിലേഷനും കൂടെ വരയ്ക്കുകയാണ്. എ ടു ബി 1 2 3 എ ബി സി ഡി. 1ൻ്റെ ഇമേജ് എ, 2ൻ്റെ ഇമേജ് ബി, 3ൻ്റെ ഇമേജും ബി. ഓക്കെ. ഇവിടെ 3 റിലേഷൻ ഞാൻ മാർക്ക് ചെയ്തു. 3 റിലേഷൻ്റെയും ആരോ ഡയഗ്രംസ് ആണ് ഞാൻ വരച്ചത്. നമുക്ക് ഓരോ റിലേഷനും ഫങ്ഷൻ ആണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ എന്താണ് ഒരു റിലേഷൻ ഫങ്ഷൻ ആവാനുള്ള കണ്ടീഷന്? ഈ ഫസ്റ്റ് സെറ്റിലെ ഓരോ എലമെന്റിനും ഒരു യുണീക്ക് ഇമേജ് ഇവിടെ വേണം. എന്താ യുണീക്ക് ഇമേജ് എന്ന് പറഞ്ഞാൽ? ഓരോന്നിനും ഒരേ ഒരു യുണീക്ക് എന്ന് പറഞ്ഞാൽ 1 ആൻഡ് ഓൺലി 1 ആണ്. അതായത് ഒരാൾക്ക് ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒന്ന് നിർബന്ധമായിട്ട് വേണം. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ 1ൻ്റെ ഇമേജ് ഇവിടെ എ എന്ന് പറയുന്ന ഒറ്റൊന്നേ ഉള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. 2ക്കും ബി എന്ന് പറയുന്ന ഒറ്റൊന്നേ ഉള്ളൂ, കുഴപ്പമില്ല. 3ക്ക് ഇവിടെ ഇമേജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫങ്ഷൻ ആണോ? ഫങ്ഷൻ അല്ല. എന്താ കാരണം? 3 ഹാസ് നോ ഇമേജ്. Therefore, R1 is not a function. R1 ഒരു ഫങ്ഷൻ അല്ല. നമുക്ക് അടുത്തിലേക്ക് പോവാം. R2 ഒരു ഫങ്ഷൻ ആണോ? 1ന് എ എന്ന് പറയുന്ന ഒറ്റ ഇമേജേ ഉള്ളൂ, കുഴപ്പമില്ല. 2ക്കും ബി എന്ന് പറയുന്ന ഒറ്റ ഇമേജേ ഉള്ളൂ. പക്ഷെ 3ക്ക് അങ്ങനെയല്ല. 3ക്ക് യുണീക്ക് ഇമേജ് അല്ല, 2 ഇമേജ് ഉണ്ട്. 3 ഹാസ് 2 ഇമേജസ്. അതുകൊണ്ട് യുണീക്ക് ഇമേജ് ആണോ എല്ലാ എലമെന്റിനും? അല്ല. 3 ഹാസ് 2 ഇമേജസ്. Therefore, not a function. ഫങ്ഷൻ അല്ല. റെഡിയാണോ? ഓക്കെ. നമുക്ക് അടുത്തിലേക്ക് പോവാം. R3യിലേക്ക്. എന്താണ് R3ൻ്റെ പ്രത്യേകത? ഓരോ എലമെന്റിനും ഒരു യുണീക്ക് ഇമേജ് ആണ് അല്ലേ? നോക്കൂ, 1ൻ്റെ ഇമേജ് എ, 2ക്ക് ബി എന്ന് പറയുന്ന ഒറ്റ ഇമേജേ ഉള്ളൂ, 3ക്കും ബി എന്ന് പറയുന്ന ഒറ്റ ഇമേജ്. ഇത് രണ്ടിൻ്റെയും കൂടി ഒന്നായി എന്ന് വിചാരിച്ച് ഒരേപോലെ ആയി എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. ഒരാൾക്ക് ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ, ഒന്നിന്ന് ഒരു വരേ പോകാൻ പാടുള്ളൂ. റെഡി അല്ലേ? ഒരാൾക്ക് ഒരു ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയല്ലേ 1ന് എ എന്ന് പറയുന്ന ഒരു ഇമേജ്. നോക്കൂ, ഇപ്പോൾ 2ക്ക് ബി എന്ന് പറയുന്ന ഒറ്റന്നേ ഉള്ളൂ, 3ക്ക് ബി എന്ന് പറയുന്ന ഒറ്റന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്? എവരി എലമെന്റ്സ് ഇൻ എ ഹാസ് 1 and only 1 image in B. Therefore, R3 is a function. R3 is a function. എന്താ കാരണം? ഇമേജസ് ആർ യുണീക്ക്. റെഡി അല്ലേ? ഓക്കെ. ഒരു ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും നമുക്ക് എഴുതാൻ അറിയാം. നോക്കൂ, ഈ ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും ഒന്ന് പറ. ഡൊമൈൻ എന്താ? ഒരു റിലേഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിലേഷനിൽ എയിൽ ഏതെല്ലാം എലമെന്റ്സ് പങ്കെടുക്കുന്നുണ്ടോ ആ പങ്കെടുക്കുന്ന എലമെന്റ്സിന്റെ സെറ്റിനെയാണ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്, ഡൊമൈൻ ഓഫ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ പങ്കെടുക്കുന്ന ആൾക്കാർ എപ്പോഴും ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ ഒരു റിലേഷനിലെ ഈ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റും പങ്കെടുക്കണ്ടേ? അതുകൊണ്ട് എപ്പോഴും ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്നുള്ളത് എന്തായിരിക്കും? ഈ ഫസ്റ്റ് സെറ്റ് ആയിരിക്കും എന്ത്? ഡൊമൈൻ എല്ലായ്പ്പോഴും. റെഡിയാണോ? ഈ കേസിലെ കോഡൊമൈൻ എന്ന് പറ. എന്താ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ? ഈ സെക്കൻഡ് സെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കുന്ന പേരാണ് ദി ഹോൾ സെറ്റ് ബി ഈസ് കോൾഡ് കോഡൊമൈൻ. ഈ സെക്കൻഡ് സെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കുന്ന പേരാണെന്ത്? കോഡൊമൈൻ. ഇനി ഒരു ടേമും കൂടെ അല്ലേ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട്? റേഞ്ച്. ഒന്ന് പറഞ്ഞു കൊടുക്കും മക്കളെ, എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ? ഈ സെക്കൻഡ് സെറ്റിൽ ആരെല്ലാം ഇമേജസ് ആയിട്ട് വരുന്നുണ്ടോ ആ ഇമേജസ് ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ സെറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? റേഞ്ച് എന്ന് വിളിക്കുന്നത്. റേഞ്ച് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഇമേജസ്. അതുകൊണ്ട് ഇവിടെ ഏതാ മക്കളെ റേഞ്ച്? സെറ്റ് എ ബി. റെഡിയല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കി ഏതെങ്ങനെയാണ് ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ മറ്റൊരു റിലേഷനും കൂടെ എഴുതാം, നിങ്ങൾ പറയണം അത് ഫംഗ്ഷൻ ആണോ എന്ന്. 1 2 3 A B C D. 1 to A, 2 to B, 3 to C. റെഡി അല്ലേ? ഇതൊരു ഫംഗ്ഷൻ ആണോ? R4 ഫംഗ്ഷൻ ആണോ? അതെ, എല്ലാ എലമെന്റ്സിനും എന്താണ്? യുണീക്ക് ഇമേജ് ആണ്. ഇനി നോക്കൂ, ഞാൻ ഈ റിലേഷൻ ഒന്ന് മാറ്റിയാണ്. 1ൻ്റെ ഇമേജ് എ, 2ൻ്റെ ഇമേജും എ, 3ൻ്റെ ഇമേജും എ.
ഇങ്ങനെയാന്ന് വിചാരിച്ചോ. അപ്പോൾ അത് ഈ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണോ? അതെ. ഇവിടെ എല്ലാത്തിൻ്റെയും കൂടി ഒരാളാന്ന് വിചാരിച്ച് പ്രശ്നമില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടാവും? ഇല്ല. എല്ലാത്തിൻ്റെയും കൂടി ഒന്നായി വിചാരിച്ച് പ്രശ്നമില്ല. എന്തേ പാടുള്ളൂ? ഇയാൾക്ക് ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ, ഇയാൾക്കും ഒരു ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ, ഇയാൾക്കും ഒരു ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഈ കേസിലും ഇവിടുത്തെ ഇമേജ് യുണീക്ക് അല്ലേ, ഒരേ ഒരു ഇമേജ് അല്ലേ ഓരോരുത്തർക്കും ഉള്ളൂ. അതുകൊണ്ട് ഈ കേസിൽ R4 എന്ത് തന്നെയാണ്? ഫംഗ്ഷൻ തന്നെയാണ്. ഇതും എന്ത് തന്നെയാണ്? ഫംഗ്ഷൻ തന്നെയാണ്. ഈ കേസിലെ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കൊടുക്കും മക്കളെ. ഡൊമൈൻ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് ഈ ഫസ്റ്റ് സെറ്റ് തന്നെ. എന്താണ് കോഡൊമൈൻ? കോഡൊമൈൻ സെറ്റ് ബി. എന്താണ് റേഞ്ച് മക്കളെ? റേഞ്ച് സെറ്റ് എ. സെറ്റ് എ റെഡിയാണോ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. റെഡിയല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് അറിയണമെങ്കിൽ ആദ്യം എന്താണ് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ്, ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണ് എന്ന് അറിയണം ആദ്യം. റെഡിയല്ലേ? ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. റെഡിയല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഒരു ഫംഗ്ഷൻ? അപ്പോൾ നമ്മളെ ചാപ്റ്റർ എന്തായിരുന്നു? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിരുന്നു. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അതിൽ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി എന്ത് വേണം? ഇൻവേഴ്സ് ഫംഗ്ഷൻ വേണം അല്ലേ? അപ്പൊ ആദ്യം ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഏതൊക്കെയാണ് ഫംഗ്ഷൻസിലെ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ അത് കുറച്ച് വേണം. അപ്പം അത് എടുക്കാത്തതുകൊണ്ട് ഞാൻ നമുക്കിവിടെ വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവാണ്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. മക്കളെ ഫസ്റ്റ് ടൈപ്പ് എന്താണെന്നറിയോ? 1-1 ഫംഗ്ഷൻ. മറ്റൊരു പേരുണ്ട് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ഞാനിവിടെ 2 ഫംഗ്ഷൻ എന്ന് വരച്ച് കാണിക്കാം. ഫംഗ്ഷന്റെ ആരോ ഡയഗ്രംസ് ആണ് വരയ്ക്കുന്നത്. A to B ഫംഗ്ഷൻ F1 എലമെന്റ്സ് 1, 2, 3 A B C D. 1ന്റെ ഇമേജ് A, 2ന്റെ ഇമേജ് B, 3ന്റെ ഇമേജ് C. വേറൊരു ഫംഗ്ഷൻ ഞാൻ വരയ്ക്കുന്നു F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ. 1, 2, 3 A B C D. മക്കളെ 1ന്റെ ഇമേജ് A, 2ന്റെ ഇമേജ് B, 3ന്റെ ഇമേജും B. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ഫംഗ്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ മക്കളെ, ഈ ഒന്നാമത്തെ ഫംഗ്ഷൻ ഇല്ലേ, ഇത് 1-1 ഫംഗ്ഷനാ. എന്നാ നിങ്ങൾ പറ എന്തുകൊണ്ടാണ് ഇതിനെ 1-1 ഫംഗ്ഷൻ, ഇത് 1-1 അല്ല. നിങ്ങളൊന്ന് പറ എന്തുകൊണ്ടാണ് ഇതിനെ 1-1 ഫംഗ്ഷൻ എന്ന് വിളിക്കാനുള്ള കാരണം. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ 1ന്റെ ഇമേജ് A അല്ലേ, 2ന്റെ ഇമേജ് B അല്ലേ, 3ന്റെ ഇമേജ് C അല്ലേ? അതായത് ഇമേജ് എല്ലാം വ്യത്യസ്തമല്ലേ? ഇവിടെ അങ്ങനെയാണോ? അല്ല, 2ന്റെയും 3ന്റെയും ഇമേജ് സെയിമാ. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ 1-1 ആവാനുള്ള കാരണം എന്താണ്? ഇമേജസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഇമേജസ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ഓർ ഡിഫറെന്റ്. എന്നാ രണ്ടാമത്തെ ഫംഗ്ഷനോ ഇമേജ് വ്യത്യസ്തമല്ല. 2ന്റെയും 3ന്റെയും ഇമേജ് എന്താണ്? B ആണ്. ഇമേജസ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ്. Therefore, not a 1-1 function. അപ്പൊ എന്താണ് 1-1 ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കി. ഒരു ഫംഗ്ഷൻ 1-1 അല്ലെങ്കിൽ അതിനെ മെനി 1 ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. മെനി 1. എന്താ മെനി 1? 1-1 എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക്. മെനി 1 എന്ന് പറഞ്ഞാലോ ഒരുപാട് നിന്ന് ഒന്നിലേക്ക് പോവുക അല്ലെ. മെനി 1 ഒരുപാട് നിന്ന് ഒന്നിലേക്ക് പോവുക. അങ്ങനത്തെ ഫംഗ്ഷൻ ആണ് എന്ത്? നോട്ട് 1-1 ഫംഗ്ഷൻ. നോട്ട് എ 1-1 ഫംഗ്ഷൻ. മെനി 1 ഫംഗ്ഷൻസ്. അപ്പൊ ഫംഗ്ഷൻസിലെ ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കി. ഇനി ഏതാണ് രണ്ടാമത്തെ ടൈപ്പ്? മക്കളെ രണ്ടാമത്തെ ടൈപ്പിന്റെ പേര് ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ. മറ്റൊരു പേരുണ്ട്, ഓമന പേര് സർജക്റ്റീവ് ഫംഗ്ഷൻ. സർജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ എന്താണ് സർജക്റ്റീവ് ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ? ഞാൻ നേരത്തെ ചെയ്ത പോലെ 2 ഫംഗ്ഷൻ ഞാൻ വരയ്ക്കും. നിങ്ങൾ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. എന്താ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.
എ ടു ബി 1 2 3 എ ബി. ഞാൻ ബി ഇവിടെ എടുത്ത ബി തന്നെ അല്ല, മാറ്റുണ്ട്, അത് രണ്ടായിട്ട് മനസ്സിലാക്കിയാൽ മതി. വേണം അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബി എന്നുള്ള പേര് മാറ്റിയിട്ട് സി ആക്കാം. എന്നാൽ പിന്നെ സംശയം വേണ്ട, ഇവിടെ നമുക്ക് സി ആക്കാം. സി വേണ്ട, ഇവിടെ ഡി, ഇവിടെ എ ബി, ഇവിടെ 1 2 3 എ ബി സി. ഓക്കെ, 1ന്റെ ഇമേജ് എ, 2ന്റെ ഇമേജ് ബി, 3ന്റെ ഇമേജ് ബി. 1ന്റെ ഇമേജ് എ, 2ന്റെ ഇമേജ് ബി, 3ന്റെ ഇമേജും ബി. ഓക്കെ, ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഞാൻ വരച്ചു. ഇത് F3, ഇത് F4. ഓക്കെ, രണ്ട് ഫങ്ഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് മാറ്റം അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയ പോലെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ട് എന്തൊക്കെയാണ് വ്യത്യാസം നമ്മൾ നോക്കാറുണ്ട്. ഒന്ന് നോക്കൂ, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ഇതിൽ. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇവിടെ സി എന്ന് പറയുന്ന എലമെന്റ് ഇല്ല. ഇവിടെ സി എന്ന് പറയുന്ന എലമെന്റ് ഇങ്ങനെ കാലിയായിട്ട് അതിലേക്ക് ഇമേജ് വരുന്നില്ല അല്ലെ, വെറുതെ കാലിയായിട്ട് നിൽക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം ഇതൊന്നുമല്ല. ഇവിടെ സി എന്ന് പറയുന്ന കോഡൊമൈൻ, എന്താ കോഡൊമൈൻ? രണ്ടാമത്തെ സെറ്റ്. കോഡൊമൈനിലെ എല്ലാ എലമെന്റ്സും ഇമേജസ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ. കോഡൊമൈൻസിലെ എല്ലാ എലമെന്റ്സും ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇവിടെയോ ഈ ഫംഗ്ഷനിൽ കോഡൊമൈൻസിലെ എല്ലാ എലമെന്റ്സും ഇമേജസ് ആയിട്ട് വരുന്നില്ല. ടെക്നിക്കലി നമുക്കൊന്ന് പറയാം, ഇവിടെ കോഡൊമൈൻ എന്താ മക്കളെ? കോഡൊമൈൻ അത് സി അല്ലേ? എന്താ റേഞ്ച്? അത് സെറ്റ് എ ബി അല്ലേ? ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞ സെറ്റ് എ ബി. എന്താണ് സംഭവം? ഇവിടെ കോഡൊമൈനും റേഞ്ചും തുല്യമല്ലേ? therefore range equal to കോഡൊമൈൻ. മക്കളെ, അങ്ങനെ റേഞ്ചും ഒരു ഫംഗ്ഷന്റെ റേഞ്ചും കോഡൊമൈനും തുല്യമാണെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? ഓൺ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എ ഫംഗ്ഷൻ ഈസ് ഓൺ ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ് റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ചും കോഡൊമൈനും തുല്യമാണെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? ഓൺ ടു ഫംഗ്ഷൻ. എന്നാ ഇവിടെ ഒന്ന് നോക്ക്, എന്താ ഇവിടുത്തെ കോഡൊമൈൻ? കോഡൊമൈൻ ക്യാപിറ്റൽ ഡി, അതായത് സെറ്റ് എ ബി സി. എന്നാ റേഞ്ചോ? റേഞ്ച് സെറ്റ് എ ബി അല്ലേ? സി റിലേഷനിൽ പങ്കെടുക്കണില്ലല്ലോ, ഫംഗ്ഷനിൽ പങ്കെടുക്കണില്ലല്ലോ. സി മാറി നിൽക്കല്ലേ? ഇമേജ് ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല, ഇമേജ് ആയിട്ട് വരുന്നത് എ ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കേസിൽ റേഞ്ചും കോഡൊമൈനും തുല്യമാണോ? റേഞ്ചും കോഡൊമൈനും തുല്യമല്ല. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. therefore not an known to function. ഓക്കെ, അപ്പോൾ എന്താണ് ഓൺ ടു ഫംഗ്ഷൻ എന്നും ക്ലിയർ ആയി. ഓക്കെ, ഇനി നമുക്ക് ഒറ്റ ടൈപ്പ് ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഇപ്പം നോട്ട് ചെയ്യേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഞാനിത് വായിക്കുന്ന സമയത്തൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. ഓക്കെ, കൃത്യമായിട്ട് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണോ ക്ലാസ്സിൽ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ പോകണം. ക്ലാസ്സിൽ നമ്മൾ ഇടയ്ക്ക് ഇപ്പോൾ പറയുന്ന ടോപ്പിക്ക് നോട്ട് ചെയ്യേണ്ട ടോപ്പിക് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യും. അങ്ങനെയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പോവുക. ഇടയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതേണ്ട കാര്യങ്ങളൊക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ഫംഗ്ഷൻ പറഞ്ഞു, ഓൺ ടു ഫംഗ്ഷൻ പറഞ്ഞു. നമുക്കളെ അടുത്ത ഫംഗ്ഷന്റെ പേര് പഠിച്ചോ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്താ ബൈജക്റ്റീവ് ഫംഗ്ഷൻ അറിയോ? അത് 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷനാ. വളരെ ക്ലിയർ ആണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഫംഗ്ഷൻ അത് 1 ഓൺ ടു ആണെങ്കിൽ, 2 ആണെങ്കിൽ എന്താ മക്കളെ? അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. നമുക്കൊന്ന് വരച്ചു നോക്കാം. എ ടു ബി 1 2 3 എ ബി സി. നോക്കൂ, ഒന്ന് പറഞ്ഞു നോക്ക്. ഇതാ 1ൽ നിന്നും എയിലേക്ക്, 2 ബിയിലോട്ട്, സിന്ന് 3 സിയിലോട്ട്. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷൻ ആണോ എന്ന് നോക്കുക ആദ്യം. എന്താ 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇമേജ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, ഇമേജ് വ്യത്യസ്തമായിരിക്കണം. 1ന്റെ ഇമേജ് എ, 2ന്റെ ഇമേജ് ബി, 3ന്റെ ഇമേജ് സി. അതുകൊണ്ട് ഇമേജ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് എന്താണ് ഇത്? 1 ഫംഗ്ഷൻ ആണ്. റെഡിയല്ലേ? ഇമേജ് വ്യത്യസ്തമാണ്, അതുകൊണ്ട് 1 ഫംഗ്ഷൻ ആണ്. ഇനി ഓൺ ടു ഫംഗ്ഷൻ ആണോ? ഇവിടെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ? റിലേഷനിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാവരും ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. കോഡൊമൈനും റേഞ്ചും തുല്യമാണ്. അതുകൊണ്ട് എന്താണ്? അത് ഓൺ ടു ഫംഗ്ഷനുമാണ്.
അതുകൊണ്ട് എന്താണ് ഇത്? 1 ആണ്, ഓൺ ടു ഫംഗ്ഷനുമാണ്. അതുകൊണ്ട് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്താന്ന് മനസ്സിലായി. എന്താ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? അത് 1 ഫംഗ്ഷനും ആവണം, ഓൺ ടു ഫംഗ്ഷനും ആവണം. ഓക്കെ, അപ്പൊ നമ്മൾ 1 ഫംഗ്ഷൻ എന്താന്ന് മനസ്സിലാക്കി, ഓൺ ടു ഫംഗ്ഷൻ എന്താന്ന് മനസ്സിലാക്കി, ബൈജക്റ്റീവ് ഫംഗ്ഷൻ അതായത് 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്നും മനസ്സിലാക്കി. ഞാനിത് തിരിച്ച് ചെയ്താനുള്ള കാരണം 1 ഫംഗ്ഷൻ സാധാരണ അറിയപ്പെടുന്നത് 1 ഫംഗ്ഷൻ എന്ന പേരിലാണ്. ഓൺ ടു ഫംഗ്ഷൻ സാധാരണ അറിയപ്പെടാറ് ഓൺ ടു ഫംഗ്ഷൻ എന്ന പേരിലാണ്. പക്ഷേ ഈ മൂന്നാമത് പറഞ്ഞ ഫംഗ്ഷൻ കൂടുതലും അറിയപ്പെടുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന പേരിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ളത് ആദ്യം എഴുതിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്റർ പോകുന്നത് എവിടുന്നാന്ന് മനസ്സിലായോ? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിരുന്നു. ഫംഗ്ഷൻ പറഞ്ഞു, ഇൻവേഴ്സ് ഫംഗ്ഷൻ പറഞ്ഞു, ഇനി ഫംഗ്ഷൻ പറഞ്ഞു, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പറഞ്ഞു. ഇനി എന്ത് പറയണം? നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ പറയണം. ഇൻവേഴ്സ് ഫംഗ്ഷൻ മനസ്സിലാക്കിയാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇനി ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താന്ന് മനസ്സിലാക്കണം. ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഓക്കെ, F1 1 2 3 A B C D 1 to A 2 to B 3 to C. A to C 1 2 3 A B A to D 1 2 3 A B C. ഓക്കെ, ഞാനിവിടെ 3 ഫങ്ഷൻസ് ഞാനിവിടെ വരച്ചു. നമുക്ക് 3 ഫങ്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ് ഓരോ ഫംഗ്ഷന്റെ പ്രത്യേകത? നിങ്ങൾ പറയണേ, ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷൻ ആണോ? 1 ഫംഗ്ഷൻ ആണ്. ഓൺ ടു ഫംഗ്ഷൻ ആണോ? അല്ല. അപ്പൊ 1 ആണ്, ബട്ട് നോട്ട് ഓൺ ടു. അതുകൊണ്ട് ബൈജക്റ്റീവ് ആണോ? അല്ല, നോട്ട് ബൈജക്റ്റീവ്. ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. എന്നാ അടുത്ത നമുക്ക് നോക്കാം, ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ? 1 ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ബൈജക്റ്റീവ് അല്ല, നോട്ട് ബൈജക്റ്റീവ്. എന്നാ അടുത്ത് നമുക്ക് നോക്കാം, അതൊരു 1 ഫംഗ്ഷൻ ആണോ? 1 ഫംഗ്ഷൻ ആണ്. ഓൺ ടു ഫംഗ്ഷൻ ആണോ? അത് ഓൺ ടു ഫംഗ്ഷനുമാണ്. അതുകൊണ്ട് ബൈജക്റ്റീവ് ആണ് മക്കളെ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാറെന്ന് അറിയോ? ഇതിനെ 3 ഞാനൊന്ന് ഇൻവേർട്ട് ചെയ്യാൻ പോവാണ്. എന്താ ഇൻവേർട്ട് ചെയ്യുക? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇൻവേർട്ട് ചെയ്യാൻ പോവാണ്. ഇൻവേർട്ട്. ഇയാളെയും പിടിച്ച് ഇൻവേർട്ട് ചെയ്യണം, ഇയാളെയും പിടിച്ച് ഇൻവേർട്ട് ചെയ്യണം, എല്ലാവരും പിടിച്ച് ഇൻവേർട്ട് ചെയ്യണം. എന്താ ഇൻവേർട്ട് ചെയ്യാന്നറിയോ? അങ്ങോട്ടുള്ള ആരോ ഒക്കെ തിരിച്ചിടുക. അതായത് A to B എന്നുള്ളത് എന്താക്കുക? B to A അങ്ങനെ ആക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? B എന്ന് പറയുന്ന സെറ്റ് ചെയ്യണം. A B to A B to A. ഓക്കെ, നമ്മൾ ബിയിലെ എലമെന്റ്സ് എഴുതുന്നു. A B C D 1 2 3. അപ്പൊ 1 to A എന്നുള്ളത് എന്തായിട്ട് മാറും? A to 1 എന്നാവും. തിരിച്ചിടണ്ടേ? ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ തിരിച്ചിങ്ങോട്ടാക്കണം. 2 to B എന്നുള്ളത് എന്താവും? B to 2 ആവും. റെഡിയാണോ? ഓക്കെ, 3 to C എന്നുള്ളത് എന്താവും? C to 3 ആവും. മക്കളെ നോക്കണേ, ബൈജക്റ്റീവ് ആയിരുന്നില്ല ഇത്. ഇതിനെ ഇൻവേർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇൻവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ അല്ല, നോട്ട് എ ഫംഗ്ഷൻ. ഇതിനെ ഇൻവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിലേഷൻ, കിട്ടിയ സാധനം എന്തല്ല? ഫംഗ്ഷൻ അല്ല. റെഡിയാണോ? അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതിനെ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂല? ഫംഗ്ഷൻ കിട്ടൂല. ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ കഴിയൂല. അതുകൊണ്ട് ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഇൻവേഴ്സ് ഓഫ് F1 does not exist. Therefore
അതുകൊണ്ട് നമുക്ക് പറയാം F1നെ ഇൻവേർട്ട് ചെയ്യാൻ കഴിയൂല. ഇൻവേർട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇൻവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നെ കിട്ടണം? ഫംഗ്ഷൻ തന്നെ കിട്ടണം. അതുകൊണ്ട് നമ്മൾ പറയും therefore F1 is not invertible. ഇത് ഇൻവേർട്ട് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ നോക്കിയതാണ്. സംശയം വരരുത്. ഇവിടെ ഇൻവേർട്ട് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ നോക്കിയതാണ്. ഇൻവേർട്ട് ചെയ്യുമ്പം ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇതിനെ ഇൻവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇൻവേർട്ട് ചെയ്യാൻ പറ്റൂല. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. നമുക്ക് അടുത്തതിലേക്ക് പോയി നോക്കാം. അടുത്തതിനെ നമുക്കൊന്ന് ഇൻവേർട്ട് ചെയ്ത് നോക്കാം. നോക്കണേ, നല്ലോണം ശ്രദ്ധിക്കണേ. C to A മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ, AB നല്ലോണം ശ്രദ്ധിക്കണേ. 1 2 3. ഓക്കെ, 1 to A മക്കളെ എന്തായി? A to 1 ആയി. 2 to B എന്തായി? B to 2 ആയി. 3 to B എന്തായി? B to 3 ആയി. നിങ്ങൾ പറ, ഈ F2നെ ഇൻവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? ബിക്ക് 2 ഇമേജ് ഇല്ലേ? അതുകൊണ്ട് ഇത് ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് F2നെ ഇൻവേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. F2 is not invertible. അങ്ങനെ നമ്മൾ അതും മനസ്സിലാക്കി. അടുത്ത നമുക്ക് നോക്കാം. ഒന്ന് ഇൻവേർട്ട് ചെയ്ത് നോക്കുന്നു. D to A. ഓക്കെ, A B C 1 2 3. 1 to A, A to 1, 2 to B, B to 2, 3 to C, C to 3. നോക്ക്, കിട്ടിയതൊരു ഫംഗ്ഷൻ അല്ലേ? ഫംഗ്ഷൻ ആണ്. therefore ഇതൊരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് F3 ഈസ് ഇൻവേർട്ടിബിൾ. അതായത് F1ന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എഴുതാൻ കഴിയൂല. ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും എഴുതാൻ കഴിയൂല. F3ന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പൊ F3ന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് ഈ കിടക്കുന്നത്. റെഡി അല്ലേ? ഓക്കെ, F3ന്റെ ഇൻവേഴ്സ് മാത്രമേ നമുക്ക് എഴുതാൻ കഴിയൂ. എന്താ അതിന് നിങ്ങൾക്കുള്ള കൺക്ലൂഷൻ എന്താ മക്കളെ? ഒന്ന് പറഞ്ഞു നോക്ക്. ബൈജക്റ്റീവ് ആയിരുന്നില്ലേ? ബൈജക്റ്റീവ് അല്ല, അപ്പൊ ഇൻവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ബൈജക്റ്റീവ് അല്ല, അതുകൊണ്ട് ഇൻവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ബൈജക്റ്റീവ് അല്ല, അപ്പൊ ഇൻവേർട്ട് ചെയ്യാൻ ഇവിടെ ബൈജക്റ്റീവ് ആണ്, അതുകൊണ്ട് ഇൻവേർട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ഈ രണ്ട് കേസിലും ബൈജക്റ്റീവ് അല്ല, അപ്പൊ ഇൻവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ കേസിൽ ബൈജക്റ്റീവ് ആണ്, അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ഇൻവേർട്ടിബിള് ഇൻവേഴ്സ് ചെയ്ത് നമുക്ക് കിട്ടി. റെഡി അല്ലേ? എന്താ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ കൺക്ലൂഷൻ എന്താ? ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ കൺക്ലൂഷൻ? എ ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഫംഗ്ഷൻ is invertible if and only if function is bijective. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞാൽ ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞുണ്ടാക്കിയ ഞാൻ ഇത്രയും വാല്യൂ പറഞ്ഞത് ഇപ്പം എന്തിനാ? ഈ ഒരൊറ്റ പോയിന്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എഴുതണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. റെഡി? അപ്പൊ അതും നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി ഒന്ന് പറ. ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് എഴുതാണ്. അപ്പൊ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് എഴുതണമെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, നമ്മൾ പഠിച്ചിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിരിക്കണം? അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഇൻവേഴ്സ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മുടെ പണി എന്താ? നമ്മൾ പഠിച്ചിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അത് ബൈജക്റ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി അതിലേക്കാണ് ഞാൻ പോകുന്നത്. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ അതിലേക്ക് എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ? ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവുക? ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് കൂടുതൽ കോൺസെപ്റ്റുകളും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമ്മൾ കുറച്ചും കൂടി കണ്ടൻറ്റും കുറച്ചും കൂടി ലെങ്ത്തും ഉണ്ടാവും. അപ്പോൾ ഇന്ന് തൽക്കാലം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.